പൊട്ടിക്കാണല്ലോ ഓരോ ഉടുപ്പ് കൊണ്ടുവന്ന്. അതെ, വെറൈറ്റി ഉടുപ്പ്. ഉഗ്രൻ ഉടുപ്പാണല്ലോ ഇന്ന്. നല്ല തിളക്കം, നല്ല ഉടുപ്പാണല്ലോ. ഇളകി വരിക. ഒരു രാജകുമാരി പോലെ ഉണ്ടോ? അതെ, തലയിലൊക്കെ ഒരുപാട് ക്ലിപ്പ് ഉണ്ട് ഇന്ന്. നോക്കട്ടെ. ബാക്കിലോട്ടുണ്ട്. അയ്യോ, നിരത്തി വെച്ചിട്ടുണ്ട് ക്ലിപ്പ് അല്ലേ? അതെ അതെ, ഉഗ്രൻ. ഇത് കളറാണ് കൃത്യമായിട്ട് പറയണെങ്കിൽ മെറൂൺ ആണോ? മെറൂൺ. അപ്പൊ പാട്ട് ചെയ്ത് പെർഫോമൻസ് അല്ലേ? സാധാരണ ഞാൻ എപ്പോഴും ആലോചിക്കേ അത് നല്ല വണ്ടർഫുൾ മെലഡീസ് പാടാറുണ്ട്, പക്ഷെ മിക്കതിലും എന്തോ ഒരു സങ്കടത്തിന്റെ ഒരു എലിമെന്റ് പല പാട്ടുകളിലും ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പാട്ട് അങ്ങനത്തെ സങ്കടപ്പാട്ടായിരിക്കും. അപ്പോൾ ഭഗവാനെ വിളിക്കുന്ന പാട്ടാണെങ്കിലും സങ്കടമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള പാട്ടുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ അങ്ങനെ ഒരു പാട്ടല്ല. അത് അതിനുള്ള ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഡിഫറെന്റ് ആണ്, സന്തോഷമാണ്, പോസിറ്റിവിറ്റിയാണ്, അതിന്റെ വൈബാണ്. ഇങ്ങനെ സ്റ്റേജ് മര്യാദയ്ക്ക് തൂക്കിക്കൊണ്ട കേട്ടോ. അതെ. ഉറപ്പല്ലേ? ഏത് പാട്ടാ ശിവകാമിക്കുട്ടി പാടുന്നേ? രാമായണക്കൻ. ഡാൻസ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഡാൻസ് കാണാൻ കൊതിയാ. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നമ്മള്. വേഗം ഡീറ്റെയിൽസ് പറഞ്ഞു അല്ലേ? ഇതൊക്കെ സംഭവിക്കുമ്പോഴേ. സിനിമ അഭിമന്യു, സംഗീതം രവീന്ദ്രൻ മാസ്റ്റർ, വരികൾ കൈതപ്രം സാറ്, വർഷം 1991, പാടിയത് MG ശ്രീകുമാർ സാറും ചിത്രാമ്മയും മിമ്മിനിയാണ്. ഓക്കെ, പാടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. Zile zile zuma zumana, zile zile zuma
ഗുഡ് സൂപ്പർ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കും ഇത് ശിവകാമിയാണോ നമ്മുടെ ശിവകാമിക്കുട്ടി തന്നെയത്. അതോ അന്യനാണോ? അന്യൻ അന്യനല്ല. ഇത് അവതാർ 3.0 ആണെന്ന് തോന്നുന്നു. 3.0 അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. അതെ. മാത്രമല്ല ഇടയ്ക്ക് ഒരു ചെറിയ ബോഡി ലാംഗ്വേജ് നേരത്തെ മധുവും പറയുന്നുണ്ടായിരുന്നത്. അതിങ്ങനെയായിരുന്നു മധു. അതാണ് അങ്ങനെയൊക്കെ. ആ ചരണം പാടിയത് എന്റെ അമ്മേ, അതെ അതെ, എന്തൊരു ഗ്ലോറിയസ് ആയിട്ട് പാടിക്കളഞ്ഞു. ആ ഈ പാട്ടൊക്കെ പഴയ കാലത്ത് ഈ ഗാനമേളകൾക്ക് ഈ പാട്ടൊന്നും പാടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ പോയാലും രാമായണ കാട്ട് പാടിയിട്ട് പോയാൽ മതി. അങ്ങനെയൊക്കെ ചെറിയ സ്ലിപ്പില്ലേ, അതിൽ എഴുതി തരും. അവസാനത്തെ പാട്ട് ചിലപ്പോ ഇതായിരിക്കും. അത് തന്നെ, അത് പാടിയിട്ട് പോയാൽ മതി. ഇതുപോലെ തന്നെ മറ്റേ ഓട്ടോയുടെ പാട്ടില്ലേ, സുന്ദരി 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 ഒന്നിരിക്കുക, അതുപോലത്തെ പാട്ടുകളൊക്കെ ആ കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. ഈ ഗാനമേളകളായിരുന്നല്ലോ കൂടുതൽ. ഞാനും പാടിയിട്ടുണ്ട് കുറെ ഗാനമേളകൾക്ക് ആ സമയത്ത്. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഒരു സോങ് ആണ്. ശിവകാമി കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു ആൾമാറാട്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓഫ് കോഴ്സ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ, രാഗം പുതുരാഗം ഈ മണ്ണിൽ മാറിൽ നിറയാൻ, അവിടേക്കുള്ള സംഗതികളൊക്കെ വെടിച്ചില്ലായിരുന്നു. ക്ലാരിറ്റി, എക്സ്പ്രഷൻസ്, അതേസമയം ഒരു മെലഡി, അതും അണ്ടർലൈൻ ചെയ്യുന്നുണ്ടേ അതിനിടയിൽ. കാരണം ശിവകാമി കുഞ്ഞിന് ഏറ്റവും പാടാൻ ഇഷ്ടമുള്ളത് മെലഡിയാണ്. അപ്പൊ അതുകൊണ്ട് ആ മെലോഡിയസ് ആയിട്ടുള്ള പോർഷനിൽ പതുക്കെ ആ പമ്പാ മേളങ്ങൾ തുള്ളിത്തുളുമ്പും, അവിടെ കുറച്ചും കൂടെ റിതമിക്കായാലോ അത് പമ്പാ മേളങ്ങൾ, അപ്പൊ കുറച്ചും കൂടെ തുള്ളണ്ടേ എന്നൊരു സംശയം. മേളങ്ങൾ പമ്പാമേളങ്ങൾ തുള്ളിത്തുളുമ്പും, ബങ്കരാമേളങ്ങൾ അടിത്തിമർക്കും, സിന്ധുവും ഗംഗയും പാടുമ്പോൾ, കാവേരി തീരങ്ങൾ പൂക്കുമ്പോൾ, സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവാ ഇല്ലേ, അത് പദങ്ങളായി നിറഞ്ഞുവാ, അത് കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടാം. സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവാ, രാമായണക്കാറ്റേ അതിനിടയിൽ ശ്വാസം എടുത്താലേ കിട്ടുള്ളൂ അല്ലേ. ആ ഒന്നിച്ചൊരു രാമായണ കാറ്റ് വരെ ഒരു ശ്വാസത്തിൽ കിട്ടുമോ? ബുദ്ധിമുട്ടാണല്ലേ. ട്രൈ നോക്കിയാലോ? നല്ലൊരു ശ്വാസം എടുത്തിട്ട് ട്രൈ നോക്കാം. ഇത്രേ ഉള്ളൂ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് പറ്റൂലെന്ന്. കേട്ടോ, ശരിക്കും പറ്റും. അതെ, ശിവകാമി കുഞ്ഞിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല, അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ട്രൈ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയാം. ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു കാല് വെക്കുമ്പോൾ തന്നെ അയ്യോ എനിക്ക് പറ്റൂല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇടിച്ച് അങ്ങോട്ട് വെച്ച് പറ്റിക്കും. കേട്ടോ, അത് വേണം കേട്ടോ. അത് നല്ല സൂപ്പറായിരുന്നു. രണ്ടാമത്തെ ചരണം സൂപ്പറായിരുന്നു. ലാസ്റ്റ് പല്ലവി അറിയാതെ ഞാൻ എണീച്ചു, നമ്മളെല്ലാവരും എണീറ്റു. പിന്നെ ഒരു ഡാൻസും പറ്റാത്ത ഞാൻ വരെ ഡാൻസ് ചെയ്തു. ഇതൊക്കെ ഉള്ളു നമുക്ക്, നമ്മുടെ കയ്യിൽ ആകെ ഉള്ള ഇതൊക്കെയാണ്. നല്ല തടിയുള്ള ഒരു മോർണിംഗ് വാക്കിന് പോകുമ്പോ ഇങ്ങനെ നടക്കൂലേ, അതുപോലൊരു കോറിയോഗ്രാഫി ഉണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ ഇങ്ങനെ നടന്നു, വലിയ നടക്കുക. പക്ഷെ അതേസമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശ്രമം ഉണ്ടല്ലോ, അത് നല്ലതാണ്. നമ്മള് ഫ്രീ ആണ് മോളെ, ഫ്രീഡം. അതാണ് ഒരു കലാകാരിക്ക് ഏറ്റവും അധികം ഈ ലോകം തരുന്നത്, അതാണ് ഫ്രീഡം. അവരുടെ കല എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം. ആ ഫ്രീഡം ശിവകാമി കുഞ്ഞിനുണ്ട്, ഒത്തിരി ഉണ്ട്. ആര് പറഞ്ഞാലും കേൾക്കണ്ട, അച്ഛനും അമ്മയും പറഞ്ഞാലും കേൾക്കണ്ട. ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നൊക്കെ പലതും പറയും, അതൊന്നും കേൾക്കണ്ട. നമ്മൾ ആ കയറൊക്കെ പൊട്ടിച്ച് നമ്മൾ അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ ചാടാൻ പോവാണ്. ഈ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ആരാണ് ഭരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് അഹങ്കാരമല്ല, അത് അഹംബോധമാണ്. അപ്പൊ അതുണ്ടെങ്കിലാണ് നമുക്ക് ആ സ്റ്റേജ് ഭരിക്കാൻ പറ്റും, കമാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം രീതിയിൽ. അതുപോലെ തുണ്ടുപല്ലവിയില് രാമായണ കാറ്റ് സംഗതി എങ്ങനെയായിരുന്നു?
കുങ്കുമം പെയ്യുമീ വേളയിൽ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ ഈ സംഗതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്ന് പാടി കേൾപ്പിക്കാം. ആ രാമായണക്കാറ്റേ കാറ്റേ കാറ്റേ തേ. അതൊന്ന് അവിടെ സ്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് സൗഹൃദങ്ങൾ നമുക്ക് പകർന്നു തരാം. രാമായണക്കാറ്റിൽ നമുക്കിങ്ങനെ ഒഴുകി ഒഴുകി പോവാം. രാഖി ബന്ധനങ്ങൾ എന്ന് പാടാം. ബന്ധനം എന്നാണ് പാടിയത്. ആ ബാ വരണം. അതുപോലെ സിന്ധുവും ഗംഗയും, ഗംഗയല്ല ഗംഗയാണ് കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ശിവകാമിക്കുട്ടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ 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 ശിവകാമിക്കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം. അപ്പൊ ഇന്ന് ചെയ്ത സ്റ്റെപ്സും കൊള്ളായിരുന്നു കേട്ടോ. അത്യാവശ്യം അധികം ശക്തിയായിട്ടൊന്നും ബോഡി അനക്കുന്നില്ലെങ്കിലും ശാരീരിക അധ്വാനം ഇല്ല. ശരീര അധ്വാനം കുറവാണെങ്കിലും സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഏത് സ്റ്റെപ്പാണെന്നുള്ളത് കേട്ടോ. പിന്നെ പാടിയതാണെങ്കിലും വളരെ വളരെ മനോഹരമായിട്ട് പാടി. ഇപ്പോൾ MJ ഞങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങള്, പിന്നെ അത് കൂടാണ്ട് തുണ്ടുപല്ലവിയില് രാമായണക്കാറ്റ് എന്നീലാംബരിക്കാറ്റ് പാടിയില്ലേ, അതായത് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന തുണ്ടുപല്ലവിയില് രണ്ടാമത് പാടിയത് രാമായണക്കാറ്റേ എന്നീലാ, അവിടെ ഒരു ഗ്ലുമ്മം വന്നു അല്ലേ? ഒരു ഗ്ലും ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു അവിടുത്തെ പല്ലവി? രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ. അതെ, ആ സംഗതിയിലാണ് കുറച്ച് സ്ലിപ്പായി പോയത്. പിന്നെ നീലാംബരിക്കാറ്റയില് ഗ്ലുമ്മം, അതാണ്. ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പർ. അവിടെ പെർഫെക്ഷൻ ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ അവിടെ നോക്കിയിട്ടുണ്ടെന്നോ? അത് ഉണ്ട്. ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ മാത്രല്ല ഈസി സിംഗിങ്, ഒരു സ്ട്രെയിൻ ഒന്നും തോന്നുന്നില്ല. അതെ, കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി നൈസ് വെരി നൈസ്. ശിവകാമിക്കുട്ടി, ഇന്നൊരു സ്പെഷ്യൽ കയ്യടി എന്തിനാന്നറിയോ? പുതിയ പുതിയ എഫേർട്ടുകൾ ഇടുന്നതിനാണ് ഇന്നത്തെ സ്പെഷ്യൽ കയ്യടി എന്റെ ശിവകാമിക്കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നത്. ശിവകാമിക്കുട്ടിയുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് വേറൊരു പാട്ട് സെലക്ട് ചെയ്ത് പെർഫോമൻസ് റൗണ്ടിന് പെർഫോം ചെയ്തതിനാണ് ഒരു കാര്യം. 1. 2, ആ പെർഫോമൻസ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ശിവകാമിക്കുട്ടി ഡാൻസും അതിന് കുറെ കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിച്ചതിനാണ് രണ്ടാമത്തെ കയ്യടി. അപ്പൊ ഇത് രണ്ടും ശിവകാമിക്കുട്ടിയുടെ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലത്തെ ജേർണിയിൽ പുതിയതായിട്ട് ഇന്ന് അറ്റംപ്റ്റ് ചെയ്ത 2 അടിപൊളി കാര്യങ്ങളാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വീട്ടുകയായിട്ട് പാടി. എനിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഗ്ലുമ്മും മാറ്റി വെക്കുകയാണ് ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന് ആ വോയിസിന്റെ പവറാ. ഇന്നാണ് ശരിക്കും ശിവകാമിക്കുട്ടിയുടെ ശബ്ദത്തിന്റെ ആ ഒരു ഗാംഭീര്യം ഇല്ലേ, ആ ഭാഗം ഇന്നാണ് ശരിക്കും കേട്ടത്. ആ രാമായണക്കാറ്റേന്ന് പാടി ആ ഓപ്പൺ ചെയ്തപ്പോ തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വോയിസ് ശിവകാമിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാൻ ശരിക്കും ശിവകാമിക്കുട്ടിയുടെ പുതിയ മുഖം, സത്യം ശിവകാമിക്കുട്ടിയുടെ പുതിയ മുഖം ഇന്ന് കണ്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവസാനം എഴുന്നേറ്റിരുന്ന് ഡാൻസ് ഒരു ഉഗ്രൻ കയ്യടി കൊടുത്തത്. അത് അടിപൊളിയായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ പുതിയ പുതിയ എഫേർട്ടുകള് ഇനിയും ഉണ്ടാവട്ടെ ശിവകാമിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന്. ഇതുപോലെ തന്നെ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാ കേട്ടോ. മിടുക്കിയായി പാടി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ശിവകാമി കുഞ്ഞിന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99 on 100 ടുഡേ. ഇത്ര നന്നായിട്ട് പാടിയ നമ്മുടെ ശിവകാമിക്കുട്ടിയാണ് പെർഫോമർ ഓഫ് ദ ഡേ. ഹരി ചേച്ചി. ശിവകാമിക്കുട്ടിയുടെ പുതിയ വേർഷൻ കാണാനാണ് ഞാൻ ഇത്ര അടുത്ത് വന്നത്. ആണോ? കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരു കിൻഡർ ബോക്സ് നൽകുന്നു. കിൻഡർ ബോക്സിന്റെ ഒരു സൂപ്പർ ഉടുപ്പാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. മിടുക്കി, അടിപൊളിയായി പാടി. താങ്ക് യു ഹരി ചേച്ചി. താങ്ക് യു ശിവകാമിക്കുട്ടി. ബൈ ബൈ.